ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇന്നലത്തെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ചായക്കുള്ള വെള്ളം വെച്ചിട്ട് കടി ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പൊടിയും വറ്റും കൂടെ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ നെയ്യപ്പം ഒരുവിധം കടികളൊക്കെ ഞാൻ ഉണ്ടാക്കും, പക്ഷെ നെയ്യപ്പം അങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ദിവസം ഞാനിതാ മുട്ട സുർക്കുണ്ടല്ലോ അത് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് നെയ്യപ്പത്തിൻ്റെ ഒരു ആശയം വന്നത്. എന്താ വെച്ചാലും നമ്മൾ മുട്ട സുർക്ക ഉണ്ടാക്കുന്നത് നമ്മൾ വറ്റും പൊടിയും കൂടെ അരച്ചിട്ടാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ ഒരു വെള്ളത്തിന് പകരം ശർക്കരപ്പാനി കൂട്ടി അരച്ചാൽ നമുക്ക് നെയ്യപ്പം ആക്കാമല്ലോ എന്നിട്ട് അങ്ങനെ പിറ്റേന്ന് തന്നെ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കി കേട്ടോ. നല്ല നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അന്ന് സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ അങ്ങനെ നന്നായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ നെയ്യപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമായിരുന്നു. പിന്നെ ആകൃതി നിങ്ങൾ നോക്കണ്ട കേട്ടോ, ലുക്കിലല്ല കാര്യം വർക്കിലാണ് കാര്യം എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റിന് വല്ല മാറ്റമൊന്നുമില്ല, നമ്മളെ നെയ്യപ്പത്തിൻ്റെ അതേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെറിയ ആകൃതി മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ആദ്യം ചുട്ടതൊക്കെ പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഞങ്ങൾ സിറ്റ് ഔട്ടിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇക്കയും മക്കളൊക്കെ ഉണ്ട്. റിതു കളിക്കാൻ പോയിക്കുന്നു കേട്ടോ. പിന്നെ സിധുവിനപ്പോൾ ഇക്ക പണി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നതാണോ, എൻ്റെ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും മക്കളൊക്കെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബായ്.